ഇടുക്കി കല്ലാർകുട്ടി ടൗണിനരികെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർകുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡ് അടിമാലി കുമളി ദേശീയപാതയുമായി സംഗമിക്കുന്നത് കല്ലാർകുട്ടി ടൗണിലാണ്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും. ഈ സാഹചര്യത്തിലാണ് ടൗണിനരികെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടലുണ്ടാകണമെന്ന് ആവശ്യമുയർന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്ത് വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. ടൗണിനോട് ചേർന്ന് ഒരു മൺതിട്ട പണ്ടുണ്ടായിരുന്നതാണ്, ഇടിഞ്ഞു വന്നിരിക്കുന്ന രീതിയിലാണ് അത് ഇരിക്കുന്നത്. ഈ മൺതിട്ട ഒരു തുരുത്ത് പോലെ നിൽക്കുന്ന ഇത് പെട്ടെന്ന് കാട് വളരുകയും രണ്ട് ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ സാധിക്കാതെ ഇത് വലിയ അപകടം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് എത്രയും പെട്ടെന്ന് ഈ മൺതിട്ട റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കോരി മാറ്റി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കണം. എത്രയും പെട്ടെന്ന് ഇതിൽ ശ്രദ്ധ പതിക്കണമെന്നാണ് പറയാനുള്ളത്. കൊടും വളവോട് കൂടിയ ഭാഗമായതിനാൽ കല്ലാർകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ്. മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.